നമസ്കാരം. ലഹരിക്കടത്ത് കേസിലെ പ്രതിയായ വിദേശിയെ തൊണ്ടി മുതലായ അണ്ടർവെയർ വെട്ടി ചെറുതാക്കി രക്ഷിച്ച അഭിഭാഷകനും മുൻ മന്ത്രിയുമായ ആന്റണി രാജു രക്ഷപ്പെടാനായി മരിച്ചുപോയ സീനിയർ അഭിഭാഷകയ്ക്ക് മേൽ കുറ്റം ചാരാൻ ശ്രമിക്കുന്നതായി വിവരം. ഈ വിവരം കഴിഞ്ഞ ദിവസമാണ് പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 87-ാം വയസ്സിൽ മരിച്ച അഡ്വക്കേറ്റ് സെലിൻ വിൽഫ്രഡിനെ കേസിലേക്ക് വലിച്ചിഴക്കുന്ന നടപടിയിൽ സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ PV ദിനേശ് ചെയ്തത് അതായിരുന്നു. അഡ്വക്കേറ്റ് സെലിൻ വിൽഫ്രഡിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ജൂനിയറായ ആന്റണി രാജു തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് എടുത്ത് തിരിമറി നടത്തിയത് എന്നായിരുന്നു PV ദിനേശ് ഉന്നയിച്ച വാദം. 1990 മുതലുള്ള അന്വേഷണത്തിലും കേസിന്റെ പല ഘട്ടങ്ങളിലും നാളിതുവരെ ആന്റണി രാജു തന്റെ സീനിയർ സെലിൻ വിൽഫ്രഡിനെതിരെ ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നിരിക്കെ പുതിയ മൊഴിയും വാദവും തീർത്തും അവസരോചിതമാണ് എന്ന് തന്നെ കാണേണ്ടതായുണ്ട്. ആന്റണി രാജുവിന്റെ അറിവോടെ രാജുവിനെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇത് എന്ന് വ്യക്തം. അഡ്വക്കേറ്റ് സെലിൻ വിൽഫ്രഡിന്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ തന്നെ ഇതിനെല്ലാമുള്ള മറുപടി പോലീസിന് നൽകിയ മൊഴികളിൽ ഉണ്ട് എന്നതാണ് ആന്റണി രാജുവിന്റെ തീർത്തും വെട്ടിലാക്കിയിരിക്കുന്നത്. തൊണ്ടിയായ അണ്ടർവെയർ വെട്ടിമുറിച്ച് ചെറുതാക്കിയതിന് ആന്റണി രാജു പ്രതിയായ കേസിൽ മുൻപ് 2 വട്ടം സെലിൻ വിൽഫ്രഡ് മൊഴി നൽകിയിരുന്നതാണ്. 2ാം വട്ടം കൃത്യമായി തന്റെ ജൂനിയർ എന്ന പരിഗണനയില്ലാതെ ആന്റണി രാജുവിനെ തള്ളിപ്പറയുകയാണ് അഡ്വക്കേറ്റ് സെലിൻ വിൽഫ്രഡ് ചെയ്തത്. അണ്ടർവെയർ വെട്ടി ചെറുതാക്കി പ്രതിയെ രക്ഷിച്ച കേസിൽ 2 തവണയാണ് പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആദ്യം 2002-ൽ തെളിവില്ല എന്ന് കാണിച്ചുകൊണ്ടും പിന്നീട് 2006-ൽ തെളിവെല്ലാം നിരത്തുന്നതുമായിരുന്നു ഈ റിപ്പോർട്ടുകൾ. ഈ 2 തവണയും അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപാണ് അഡ്വക്കേറ്റ് സെലിൻ വിൽഫ്രഡിന്റെ മൊഴിയെടുക്കുന്നത്. ഓസ്ട്രേലിയക്കാരനായ പ്രതിയുടെ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വകാര്യ വസ്തുക്കൾ കോടതിയിൽ നിന്ന് തിരികെ എടുക്കാൻ ബന്ധുവായ പോൾ എത്തിയപ്പോൾ കോടതിയിൽ സമർപ്പിക്കാനുള്ള അപേക്ഷയിൽ താനാണ് ഒപ്പിട്ട് നൽകിയത് എന്ന് ആദ്യ മൊഴിയിൽ സെലിൻ വിൽഫ്രഡ് പറഞ്ഞിരുന്നു. തന്റെ ജൂനിയറായ ആന്റണി രാജുവിനോട് അപേക്ഷ തയ്യാറാക്കാൻ പറഞ്ഞുവെന്നും അത് ഒപ്പിട്ടു എന്നുമാണ് മൊഴി. കുറെ നാളുകൾക്ക് ശേഷമാണ് പ്രതിയുടെ ബന്ധു വീണ്ടും എത്തി ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞ അടിവസ്ത്രം തിരികെ ഏൽപ്പിച്ചത്. കോടതിയിൽ നിന്ന് നേരത്തെ തന്നതാണ് എന്ന് പറഞ്ഞുവെന്നും മൊഴിയുണ്ട്. താൻ ആന്റണി രാജുവിനെ വിളിച്ച് അത് തിരികെ കോടതിയിൽ നൽകാനായി പറഞ്ഞു. അങ്ങനെ ചെയ്തതായി പിന്നീട് രാജു അറിയിക്കുകയും ചെയ്തു. 2ാം തവണ അന്വേഷണം വന്നപ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടെയാണ് അവർ മൊഴി നൽകിയത്. പ്രതിയുടെ ബന്ധുവിന്റെ ആവശ്യപ്രകാരം ആന്റണി രാജു തന്നെയാണ് അപേക്ഷ തയ്യാറാക്കുകയും ഒപ്പിട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത് എന്ന് 2006 ജനുവരി 31-ന് നൽകിയ മൊഴിയിൽ ഇവർ പറയുന്നു. ഇക്കാര്യം രാജു തന്നോട് പറഞ്ഞിരുന്നുവെന്നും സെലിൻ വിൽഫ്രഡ് അന്വേഷണ സംഘത്തെ അറിയിച്ചു. ആദ്യ അന്വേഷണത്തിലെ മൊഴിയായി തന്നെ കാണിച്ച രേഖയിലുള്ളത് ശരിയല്ല എന്നും ആന്റണി രാജു തന്നെയാണ് അപേക്ഷ തയ്യാറാക്കിയതും കോടതിയിൽ കൊടുത്തത് എന്നും സെലിൻ വിൽഫ്രഡ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രതികളുടെ സാമഗ്രികൾ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിടുകയാണ് എങ്കിൽ അത് വാങ്ങാനെത്തുന്നയാളെ കോടതി ജീവനക്കാർക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് ഒരു വക്കീലിന്റെ ജോലി. അങ്ങനെയിരിക്കെ ആന്റണി രാജു എന്തിനു വേണ്ടിയാണ് തൊണ്ടി രജിസ്റ്ററിൽ ഒപ്പിട്ട് ഈ സാധനങ്ങൾ കൈപ്പറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി സെലിൻ വിൽഫ്രഡ് പ്രത്യേകം പരാമർശിച്ചിരുന്നു. തൊണ്ടിയായ ജെട്ടി കോടതിയിൽ നിന്ന് വാങ്ങി തിരിമറി നടത്തിയ കാര്യം വിചാരണാ സമയത്ത് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് കൂടി സെലിൻ വിൽഫ്രഡ് വിശദീകരിക്കുന്നു. സീനിയർ വക്കീൽ നിർദ്ദേശിക്കാത്ത ഒരു ജൂനിയറും ഇങ്ങനെ ചെയ്യില്ല എന്നും ആന്റണി രാജു ബലിയാടായതാണ് എന്നും അന്നും ഇന്നും വാദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാവുകയാണ് ഈ മൊഴികൾ. 2022 വരെ 22 തവണയാണ് നെടുമങ്ങാട് JFMC 1 കോടതിയിൽ ഈ കേസ് വിളിച്ചത്. ഒറ്റ തവണ പോലും ആന്റണി രാജുവോ കൂട്ടുപ്രതിയോ ഹാജരായില്ല. അതുകൊണ്ട് തന്നെ വിചാരണയില്ലാതെ അനന്തമായി ഈ കേസ് നീണ്ടു. 2022 ജൂലൈയിൽ ഇക്കാര്യം പുറത്തു വന്നതോടെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. ഇതോടെ 30 വർഷത്തോളം പഴക്കമുള്ള കേസ് റദ്ദാക്കാനായി ആന്റണി രാജു ആദ്യമായി കോടതിയെ സമീപിക്കുന്നു. പ്രതി ഉന്നയിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ അംഗീകരിച്ച കോടതി 7 മാസത്തിന് ശേഷം കേസ് റദ്ദാക്കുന്നു. എന്നാൽ പിഴവുകൾ പരിഹരിച്ച് പുതിയ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചു. ഇതിനെതിരെ പ്രതി ആന്റണി രാജു സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്.